ദേശീയപാത വികസന പ്രവർത്തനം നടക്കുന്ന കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായിൽ കുന്നിടിഞ്ഞ് അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരു ഇതര സംസ്ഥാന തൊഴിലാളി മണ്ണിനടിയിൽ അകപ്പെട്ടു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി രജീഷ് ചേരുന്നു. രജീഷ്, തൊഴിലാളി മണ്ണിനടിയിൽ കിടക്കുകയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് ഏത് തരത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? എത്ര സമയമായി ഈ അപകടം ഉണ്ടായിട്ട്? അപർണ, ചെറുവത്തൂർ ദേശീയപാത വികസനം നടക്കുന്ന മട്ടലായി കുന്നിന് സമീപത്താണ് അപകടം ഉണ്ടായത്. ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് അപകടം സംഭവിച്ചത്. ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തിക്ക് പുറകുവശത്തായി വലിയ രീതിയിലുള്ള ഉയരത്തിലുള്ള കുന്നാണുള്ളത്. ഇവിടെ ജോലി ചെയ്യുന്നതിനിടയിലാണ് മുകൾ ഭാഗത്തു നിന്നും വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു വീണത്. 4 പേരാണ് ഈ സമയം ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. ഇവരുടെ മുകളിലാണ് മണ്ണ് പതിച്ചത്. ഉടൻ തന്നെ JCB എത്തി, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ എത്തി മണ്ണ് നീക്കം ചെയ്ത് ഇവരെ പുറത്തെടുത്തുവെങ്കിലും ഒരാളുടെ നില അതീവ ഗുരുതരമായിരുന്നു. ഇവരെ 4 പേരെയും ഇപ്പോൾ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾ മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 3 പേർക്ക് കാര്യമായ രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. ഏറെ നാളുകളായിട്ട് ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വലിയ തോതിൽ കുന്നും മണ്ണുമുള്ള ഒരു പ്രദേശമാണിത്. ഇവിടെ മണ്ണിടിക്കുന്നത് അപകടം ഉണ്ടാക്കുമെന്നുള്ള രീതിയിൽ നാട്ടുകാർ നിരവധി തവണ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ചെവിക്കൊള്ളാതെയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇന്നലെയും ഇവിടെ JCB ഉപയോഗിച്ച് വലിയ രീതിയിൽ മണ്ണ് നീക്കം ചെയ്തു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിന്റെ ഭാഗമായി ഇളക്കം തട്ടിയ കുന്നിന്റെ മണ്ണാണ് തൊഴിലാളികൾക്ക് മേൽ പതിച്ചത് എന്ന് ഇവർ പറയുന്നു. ഇപ്പോൾ 4 പേരെയാണ് മണ്ണിനടിയിൽ നിന്നും പുറത്തെടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. ഇതിൽ ഒരാൾ മരണപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. 3 പേർ കൂടെ ഇവരുടെ കൂടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 4 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അപർണ, അതായത് രജീഷ്, എല്ലാവരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അതെ, എല്ലാവരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ സമീപത്ത് തന്നെയുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു എന്നുള്ള വിവരം കൂടി അത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ നാട്ടുകാർ തന്നെ പറയുന്നു ഇത് വലിയ മണ്ണിടിച്ചിലിന് ഇടയാക്കിയ ഒരു കാര്യമാണ് എന്നുള്ളത്. ആ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും അവിടെ നിന്ന് വരുന്നത്, അല്ലേ? മഴയുടെ സമയത്ത് വലിയ രീതിയിൽ മണ്ണിടിക്കുകയും ഗതാഗത തടസ്സം ഉണ്ടാവുകയും ഒരുപാട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതിയൊക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട്. അത്തരം ഒരു ഭൂമിശാസ്ത്രപരമായി ചില പ്രത്യേകതകൾ ഉള്ള ഒരു പ്രദേശമാണിത്. വലിയ രീതിയിലുള്ള കുന്നാണ്. ഘട്ടം ഘട്ടമായി ഇടിച്ച് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മണ്ണ് നീക്കം ചെയ്യുകയും ദേശീയപാത കടന്നു പോകാനുള്ള വഴി ഒരുക്കുകയും ചെയ്തതും ഈ കുന്നിന്റെ അടിഭാഗത്തോടു കൂടിയാണ്. വലിയ രീതിയിൽ ചെങ്കുത്തായ ഒരു കുന്നാണ് ഇപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ളത്. അതിന്റെ മുകളിൽ നിന്ന് മണ്ണിടിയാനുള്ള സാധ്യത പലതവണ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപർണ, റൈറ്റ്. കാസർഗോഡ് മട്ടലായി കുന്നിടിഞ്ഞ അപകടം ഉണ്ടായിരിക്കുന്നു. ദേശീയപാത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചതായിട്ടുള്ളതാണ് വാർത്ത. 3 പേർക്കും ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട്. മറ്റു 3 പേർക്ക് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. രജീഷ് വിവരങ്ങൾ നൽകിയത്.